അങ്ങനെ ഇൻസ്റ്റയിൽ കണ്ട് ആർട്ടിഫിഷ്യൽ മഞ്ഞൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാലാഖമാരെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പല വഴികളിലൂടെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ പോകണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രീറ്റിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി മാപ്പർ ഇല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതില്ലാതെ നമുക്കിവിടെ കാര്യം നടക്കില്ല. അപ്പോൾ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ട് വരാൻ ആരും മറക്കരുത്. എന്നെപ്പോലെ അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റണ്ട. ഈ ലൈറ്റ്സ് ജനുവരി ടൈമിലൊക്കെ പോകുള്ളൂ കേട്ടോ ഇവിടുന്ന്. പക്ഷെ എന്നാലും ആ ഒരു ക്രിസ്മസ് ടൈമിൽ പോകാനൊരു രസമല്ലേ. പിന്നെ ഒറ്റയ്ക്ക് പോണതിനെക്കാട്ടിലും നമ്മൾ 1-2-3 പേരൊക്കെ ആയിട്ട് പോകണമെന്നാണ് നല്ലത്. എൻ്റെ കൂടെ അധികം ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ അവർക്കൊക്കെ അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല. അപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടി. ഞാനൊരു ഓവർ തിങ്കർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഈ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ മൂവീസിലും ഇൻസ്റ്റയിലും ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ 2 പേരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ വിശദമായിട്ട് ആസ്വദിക്കില്ല. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കണം. അത്ര വലിയ വീഡിയോസ് അല്ലാഞ്ഞിട്ടും എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ എന്തൊരു കഷ്ടമാണല്ലേ ശരിക്കും. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളങ്ങനെ കാര്യത്തിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാലാഖ കുട്ടന്മാർ. ഈ മാലാഖ എന്ന് വിളിക്കുന്നത് ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്. ഓരോ സ്ട്രീറ്റിലും വെറൈറ്റി ആയിട്ടുള്ള മാലാഖാസ് ആണ് കേട്ടോ, വിത്ത് സ്റ്റാർസ് ആണ്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെൽഫി വീഡിയോസ് മിക്ക വീഡിയോയിലും കാണുന്ന പോലെ ഇതിലും ഉണ്ടാവും, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നു. ഞാനിവിടെ കൗണ്ടിങ് ആണ് കേട്ടോ, എൻ്റെ ഫോണിൻ്റെ പെർസെൻറ്റേജ് ഇങ്ങനെ കൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3% ആകുമ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറാം എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. പിന്നെ ലണ്ടനാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഫോൺ അടിച്ചുകൊണ്ട് പോകേണ്ടത് എല്ലാവിടെയും ഉണ്ട്. നമ്മൾ നല്ല ബലത്തിൽ ഫോൺ പിടിക്കുക, എന്നാലും ഭാഗ്യമുള്ള പോലെ ഉണ്ടാവും കേട്ടോ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് സത്യമാണ്. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ ടാസ്ക് ആവും, പോകാനുള്ള വഴി അറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ. അതായിരുന്നു എനിക്ക് അന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് ഞാൻ നാളെയും വരാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ വലിയ കാര്യമായിട്ട് ലൈറ്റ്സിൻ്റെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ തന്നെ ഇതാണ് ഇവിടെ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇവിടെ ഇതാണ് കാണാനുള്ളത്. പിന്നെ ഈ ടൂർ ബസ്സൊക്കെ കുറേ ലൈറ്റ്സ് ഇട്ടിട്ടൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമായിട്ട്. മൊത്തത്തിലൊരു ലൈറ്റിൻ്റെ ബഹളമാണ്. ഇനി ബസ്സിൽ കയറിയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറുമ്പോൾ കുറച്ചും കൂടി ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ അറിയണില്ലേ എത്ര തിരക്കാണ് അവിടെ നിന്ന്. ഇത് സെൻട്രലാണ് കേട്ടോ, മെയിൻ സെൻറ്ററാണ്. അതാണ് ഇവിടെ ഇത്രയും ജനം. ഇനി 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് എത്തും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.